ഷിജിൻചാന്റെ വീഡിയോ കണ്ടിട്ട് തെറി പറയുന്ന വീഡിയോസ് ഉണ്ട്, സെക്സിനെ കുറിച്ച് പറയുന്ന വീഡിയോസ് ഉണ്ട്. ഇതൊക്കെ ഓപ്പൺ ആയിട്ട് പറയുമ്പോൾ ആളുകളൊക്കെ പറയുന്നത് ഇത് കുട്ടികളിൽ ഇൻഫ്ലുവൻസ്ഡ് ആവില്ല എന്നാണ്. കാരണം സോഷ്യൽ മീഡിയ ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ ഭാഗത്തല്ല തെറ്റ്, എൻ്റെ ഭാഗത്ത് എവിടെ തെറ്റുണ്ടാവുന്നു? എൻ്റെ കാട്ടി പല സാധനങ്ങളും നമുക്ക് സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ അല്ലേ, യൂട്യൂബിലും ഒക്കെ. അല്ലാതെ ഇപ്പം ഞാൻ ഒരു തെറി വിളിച്ച സാധനം കൊണ്ടാണോ നിങ്ങൾ തെറി പഠിക്കുന്നത്? ഞാൻ തെറി പഠിച്ചത് സോഷ്യൽ മീഡിയ വഴിയല്ല. നമ്മുടെ സമൂഹത്തിൽ എന്തുമാത്രം സ്ത്രീ വിരുദ്ധയുണ്ട്? എന്തുമാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ 90% ഉണ്ടെന്ന് ഞാൻ പറയും. 10% റെഡി ആയിട്ടുണ്ട്. ഒരു ഷെഫിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, സ്ത്രീകൾക്കാണ് ഇൻബിൽട്ട് ആയിട്ട് കുക്ക് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് എന്ന് പറയുന്നത്. ഷെഫ് പിള്ളയുടെ ഒരു വീഡിയോ. പെൺകുട്ടികൾ കൂടുതൽ കുട്ടിക്കാലം തൊട്ട് ഏറ്റവും ചെറിയ വയസ്സിൽ തന്നെ അവരെ കിച്ചണിൽ കയറ്റി ട്രെയിനിങ് തുടങ്ങും. അപ്പൊ ട്രെയിനിങ് ആണ് ഒരാളിനെ ഒരു ഇതിലെത്തിക്കുന്നത്. ഇപ്പൊ എന്തൊരു സംഭവം പറയുമ്പോൾ ആളുകളൊരു നീ ജോലിയല്ലേ, അല്ലെങ്കിൽ നീ മറ്റേ ഡ്രിങ്ക്സിൽ വല്ല എന്തെങ്കിലും കലക്കി കൊടുക്കുന്ന സ്ത്രീ അല്ലേ എന്ന് പറയും. ആണുങ്ങൾ മാത്രം റേപ്പ് ചെയ്താൽ മതി, അങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയുള്ള ആണുങ്ങളായിരിക്കും അങ്ങനെ ചിന്തിക്കുന്നത്. ശരിക്കും പുറത്തുനിന്ന് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും കൃത്യമായിട്ടുള്ള ആൻസർ? സത്യത്തിൽ എൻ്റെ അടുത്ത് അങ്ങനെ ചോദിക്കണേ ഞാൻ പറയാം ഉണ്ട്, നിന്റെയൊക്കെ ദൈവം ഉണ്ട്, അതല്ലേ ഞാൻ ഊക്കുന്നതെന്ന് തന്നെ പറയും. ഞാൻ അമൃതാനന്ദനെ പക്ഷേ ഞാൻ നല്ലൊരു ഇതായിട്ടാണ് കാണുന്നത്. അതായത് ഒരു ദൈവത്തിൻ്റെ ഇടയിൽ ഫെമിനിസ്റ്റ് എന്ന് പറയാം. അങ്ങനത്തെ ഒരു ചിന്താഗതി ആദ്യമായിട്ട് ഒരാൾ ഞാൻ അങ്ങനെയാണ് അവര് കാണുന്നത്. ഈ ഷിജിൻചാന്റെ വീഡിയോ കണ്ടിട്ട് തെറി പറയുന്ന വീഡിയോസ് ഉണ്ട്, സെക്സിനെ കുറിച്ച് പറയുന്ന വീഡിയോസ് ഉണ്ട്. ഇതൊക്കെ ഓപ്പൺ ആയിട്ട് പറയുമ്പോൾ ആളുകളൊക്കെ പറയുന്നത് ഇത് കുട്ടികളിൽ ഇൻഫ്ലുവൻസ്ഡ് ആവില്ല എന്നാണ്. കാരണം സോഷ്യൽ മീഡിയ ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടികൾ തെറ്റിദ്ധരിക്കപ്പെടില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. അതെ അതെ, എനിക്കും ഒരുപാട് മെസ്സേജ് വരാറുണ്ട്. ഈ കുട്ടികൾ കമന്റ് ബോക്സിൽ അതിനകത്ത് ഒരുപാട് വരാറുണ്ട്. ഇത് കുട്ടികൾ കാണും, മനസ്സിലല്ലേ, ഇയാൾ ഇങ്ങനെ പറയരുത്, ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുക, അങ്ങനെ. അപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പൊ എനിക്കും 2 കുട്ടികളുണ്ടല്ലോ. അപ്പൊ എൻ്റെ അഭിപ്രായത്തിൽ ഈ പാരന്റ് ഗൈഡ് എന്ന് പറഞ്ഞ ഒരിതുണ്ട്. പാരന്റ് ഗൈഡ് തീരുമാനിക്കുന്നതിന് പ്രത്യേകിച്ച് റൂൾസ് ഒന്നുമില്ല പാരന്റ് ഗൈഡിന്. അതിൻ്റെ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ആരാണോ കുട്ടീനെ പരിചരിക്കുന്നത് വീട്ടില്, അയാൾക്ക് അറിയാൻ പറ്റും കുട്ടിയുടെ മാനസിക നില. അപ്പൊ നിങ്ങൾ തന്നെ സിനിമ കാണാൻ പോകുമ്പോൾ സിനിമ PG എന്ന് എഴുതിയിരിക്കും, പാരന്റ് ഗൈഡ് ആണോ എന്ന് നോക്കും. അത് ഇവിടെയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇവിടെ ഇപ്പൊ ഇട്ടിട്ട് അഡൽട്സ് ഓൺലി എന്ന് പറഞ്ഞാൽ 18 ഇയേഴ്സ് അങ്ങനെ 15 ഇയേഴ്സ് മൂവീസ് ഇവിടെ ഉണ്ടാ, ഈ കൺട്രിയിലുണ്ടാ, എനിക്ക് അത്ര അറിയില്ല. പിന്നെ കുട്ടികളെ കാണിക്കണ്ട എന്ന് പറയുന്ന മൂവികളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതില് ചില മിക്കവാറും കൺട്രിയിൽ ഇങ്ങനെയാണ്. അതായത് അത് 3 വയസ്സുള്ള പിള്ളേർക്ക് കാണാൻ പറ്റുമോ, 5 വയസ്സുള്ള പിള്ളേർക്ക് കാണാൻ പറ്റുമോ, പാരന്റ് കൂടെ ഇരുന്ന് കാണാൻ പറ്റുമോ, പാരന്റ് ഗൈഡായിട്ട്. പിന്നെ 18+, ഓക്കെ, 16 വയസ്സുള്ള കുട്ടിക്ക് കാണാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് മൂവിനെ തരംതിരിക്കുന്നത്. ഇത് തിരിക്കുന്നത് രാജ്യങ്ങളാണ്. ചിലപ്പോൾ ആ രാജ്യത്ത് കാണാൻ പറ്റും, ഈ രാജ്യത്ത് കാണാൻ പറ്റില്ല. ഇപ്പൊ ഇവിടെ 18 വയസ്സുള്ള ഒരു കുട്ടിക്കാണല്ലോ സെക്സ് കൺസെന്റ് കൊടുക്കാൻ പറ്റുന്നു ഈ രാജ്യത്ത്. ചൈനയിൽ 14 വയസ്സ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ സാമൂഹിക അവസ്ഥ അതാണ്. നമ്മുടെ സാമൂഹിക അവസ്ഥ കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ ഒരു രാജ്യത്തിന് അത് തീരുമാനിക്കാൻ പറ്റും ആ സാധനം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനായിട്ട് ഫേസ്ബുക്കിന് കുട്ടികൾ ഉപയോഗിക്കുന്ന അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു റൂള്. ഇൻസ്റ്റാഗ്രാമിന് അവരും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, 13 വയസ്സ് അങ്ങനെ എന്തോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇത് രാജ്യത്തിന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ കാണാൻ പോകുമ്പോൾ രാജ്യം ഉണ്ടാക്കിയതുപോലെ ഒരു തിയേറ്ററിന് ഉണ്ടാക്കാൻ പറ്റും. ആ തിയേറ്റർ തീരുമാനിക്കും കേട്ടോ, തിയേറ്ററിന്റെ ഓണർ ആയിരിക്കും ചിലപ്പോൾ തീരുമാനിക്കും നമ്മൾ ആരെ കയറ്റണം വേണ്ട. ഇനി അതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തീരുമാനിക്കാനുള്ള ആളാണ് പാരന്റ്. പാരന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടീനെ പരിചരിക്കുന്ന ആൾ ആരാണോ, സിനിമയ്ക്ക് കൊണ്ടുപോകുന്ന വ്യക്തി ആരാണോ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ, എല്ലാം ഒന്ന് തന്നെ. അപ്പോൾ എൻ്റെ കുട്ടീനെ ഞാൻ നോക്കുമ്പോൾ എനിക്കറിയാം ഈ കുട്ടീനെ ഇന്ന സിനിമ കാണിക്കാൻ പറ്റുമോ ഇല്ലയോ. അപ്പൊ ചില സിനിമ ഓപ്പൺ അല്ലേ. ഇപ്പൊ നമ്മളിപ്പോ മോഹൻലാലിന്റെ ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, അതിന്റെ പേര് തുടരും മൂവി. നമ്മൾ ഫാമിലി ആയിട്ട് കാണാൻ പോവുകയാണ്. അപ്പൊ എന്റെ മകനും ഉണ്ട്, മകൾക്ക് 6 വയസ്സാണല്ലോ. അപ്പൊ ഫാമിലി ആയിട്ട് കാണാൻ പോകാൻ നമ്മൾ തീരുമാനം എടുക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അത് മുന്നേ കൂട്ടി അതൊരു ത്രില്ലർ മൂവിയാണെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ എന്റെ മകൾക്ക് ഞാൻ ത്രില്ലർ മൂവി കാണിക്കാറില്ല. ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അവളുടെ അങ്ങനെ ഒരു കൊലപാതക സീൻ ഞാൻ കാണിക്കാറില്ല. അപ്പൊ ആ സിനിമ നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കാതെ പോയത് കൊണ്ട് തന്നെ അവിടെ എത്തുമ്പോൾ എന്ത് പറ്റി വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് സീനായപ്പോൾ ഇവള് കരച്ചിൽ തുടങ്ങി. സ്വാഭാവികമായിട്ട് അപ്പൊ എന്ത് പറ്റി? അപ്പൊ എനിക്ക് അപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റും, ഇവളെ കാണിക്കാതെ നമ്മൾ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുന്നു. അപ്പൊ അതാണ് പാരന്റ് ഗൈഡ് എന്ന് പറയുന്നത്. ആ സ്പോട്ടിൽ നമ്മൾ തീരുമാനം എടുക്കുന്നു. നമ്മൾ ഇറങ്ങിയതും പോണ്ട, ഈ തീരുമാനം എടുക്കുന്നത് നമുക്കറിയാമല്ലോ, എത്ര നേരം കാണും, എത്ര സൗണ്ട് കാണും, എന്നൊക്കെ നമുക്കറിയാം.
ഇതുപോലെയാണ് നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയ എടുക്കുമ്പോൾ ഉം. എൻ്റെ മകള് വീട്ടിൽ ടി വിയിലാണ് യൂട്യൂബ് കാണുന്നത്. ഉം. അപ്പം നമ്മൾ പാരന്റ് ഗൈഡ് വെച്ചിട്ടുണ്ട്. അത് എത്ര നേരം കാണാം, ഉം. ഏതൊക്കെ കാണാമെന്നൊക്കെ എനിക്കറിയാൻ പറ്റുമല്ലോ, ഞാനും ഉണ്ടല്ലോ അവിടെ. പിന്നെ എൻ്റെ മകന് ഉള്ള സമയത്തും അവന് എനിക്കൊന്ന് 15 വയസ്സ് തുടങ്ങി അവൻ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്നത്. അവർ ഉപയോഗിക്കുന്ന വേറെ സോഷ്യൽ മീഡിയ, നമ്മളെ കണക്ക് ഫേസ്ബുക്ക് ഒന്നും അല്ലെന്നേ ഉള്ളൂ. ഫേസ്ബുക്ക് അവൻ ഉപയോഗിക്കുന്നില്ല, അവൻ ഇൻസ്റ്റാഗ്രാമൊക്കെ ഉണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ലോകത്തുള്ള എല്ലാ സാധനവും അവന് അധികാരമുണ്ട് കാണാൻ, നമ്മളെ പോലെ അല്ല. അപ്പോൾ എന്ത് കാണണം എന്ന് അവരൊക്കെ തീരുമാനിക്കാനുള്ള ഒരു സ്പേസ് നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതോടെ അവൻ്റെ കാര്യം കഴിഞ്ഞ് ഇനി മകളുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ അവർ സോഷ്യൽ മീഡിയ കണ്ടു തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇതിൽ ഏത് ഗ്രൂപ്പാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ പറഞ്ഞില്ല 6 വയസ്സ് തുടങ്ങി എൻ്റെ മകൻ്റെ ഏജ് ഗ്രൂപ്പില്ലേ, അതിൽ ആരാ ഇത് കാണുന്നു? അപ്പോൾ കാണുന്നത് എനിക്ക് കമൻ്റ് ഇടുന്നവരുടെ മക്കളാണ്. അവർ കറക്റ്റായിട്ട് അവരുടെ കുട്ടികളെ സംരക്ഷിക്കുന്നില്ല. അവരുടെ ഭാഗത്താ. എൻ്റെ ഭാഗത്തല്ല തെറ്റ്. എൻ്റെ ഭാഗത്ത് എവിടെയാ തെറ്റുണ്ടാവുന്നത്? എൻ്റെ കാട്ടി പല സാധനങ്ങളും നമുക്ക് സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ അല്ലേ, യൂട്യൂബിലും ഒക്കെ. അത് ഓരോ രാജ്യത്തിന്റെ അടിസ്ഥാനം അനുസരിച്ചല്ലേ അവിടെ ആ വീഡിയോ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അല്ലാതെ ഇപ്പൊ ഞാൻ ഒരു തെറി വിളിച്ച സാധനം കൊണ്ടാണോ നിങ്ങൾ തെറി പഠിക്കുന്നത്? അല്ലല്ലോ. ഞാൻ തെറി പഠിച്ചത് സോഷ്യൽ മീഡിയ വഴിയല്ല, ഉറപ്പായിട്ടല്ല. അപ്പൊ ഈ എന്നെ പോലെയുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ നിറയെ ഉണ്ട്. എല്ലാവരും എന്നെ പോലെ എൻ്റെ കൂടെ പഠിച്ച എല്ലാവർക്കും തെറി അറിയാം അല്ലേ? അപ്പോൾ എല്ലാവരും തെറി പഠിച്ചത് സോഷ്യൽ മീഡിയ വഴിയല്ല. ബട്ട് നമ്മൾ തെറി പറയുമ്പോൾ നമ്മുടെ കുട്ടികൾ സോഷ്യൽ മീഡിയ വഴി തെറി പഠിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കുഴപ്പമാണ്. എൻ്റെ മകൻ എൻ്റെ വീട്ടിലിരിക്കുന്ന എൻ്റെ മൊബൈൽ ഉപയോഗിച്ച് അവൻ വല്ലതും കാണുന്നെങ്കിൽ എൻ്റെ കുഴപ്പം തന്നെയാണ്. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ അവരവിടെ നിയന്ത്രിക്കേണ്ടത് അവരുടെ കുട്ടികളെയാണ് അല്ലേ? അപ്പൊ എന്ത് കാണണം എന്ന് അവർക്ക് തീരുമാനം എടുക്കാം, ആ അപ്പനും അമ്മയ്ക്കോ അല്ലെങ്കിൽ നോക്കുന്ന ആൾക്ക്. കാര്യം കുട്ടിയുടെ മാനസിക നില അവർക്കേ അറിയാവൂ. ചില ആൾക്കാർക്ക് ഹൊറർ മൂവിയൊന്നും കണ്ടാൽ ഒരു കുഴപ്പമില്ല. ഞാൻ കുട്ടിക്കാലത്ത് നഴ്സറി പഠിക്കുമ്പോൾ തന്നെ ഈവിൾ ഡെത്ത് കണ്ടിട്ടുണ്ട്, എനിക്ക് പേടിയില്ലായിരുന്നു ആ സമയത്ത്. പക്ഷെ ഇന്ന് നമ്മൾ കുട്ടികളെ കാണിക്കുമോ തിയേറ്ററിൽ കൊണ്ട്? ഇന്നത് റെസ്ട്രിക്റ്റഡ് ആണ്, കാണിക്കത്തില്ല. അപ്പൊ നമുക്ക് നമ്മുടെ മാനസിക നില അതായതുകൊണ്ട് കുഴപ്പമില്ല. അന്ന് കണ്ട കുറെ പേർക്ക് ട്രോമയിലൊക്കെ പോയി കാണും അല്ലേ? കാര്യം അന്ന് ആൾക്കാർക്ക് ഇത്രയും എഡ്യൂക്കേഷൻ ഒന്നും ഇല്ല, ഇത് കാണിക്കണ്ടേ എന്നൊന്നും അറിഞ്ഞൂടാ. അപ്പൊ ഇന്ന് നമുക്ക് അറിയാവുന്നത് കൊണ്ട് നമ്മൾ തന്നെയാണ് എടുക്കാനുള്ളൂ, ഏത് കാണിക്കണം ഏത് കാണിക്കണ്ട എന്ന് നമ്മൾക്ക് തീരുമാനം എടുക്കാം. അപ്പൊ എൻ്റെ കുട്ടികളുടെ കാര്യം സത്യം പറഞ്ഞാൽ എനിക്കറിയാം അവരെ കാണിക്കണോ വേണ്ടേ. ഇപ്പൊ നാളെ സൂര്യക്ക് തീരുമാനിക്കാം സൂര്യയുടെ കുട്ടീനെ കാണിക്കണോ വേണ്ടേ. രാജ്യം കൽപ്പിച്ചിട്ടുള്ളതുണ്ട്, സോഷ്യൽ മീഡിയ കൽപ്പിച്ചിട്ടുണ്ട്. അതിൽ താണ്ടി നിങ്ങൾക്ക് തീരുമാനം എടുക്കണമെങ്കിൽ നിങ്ങൾ കുട്ടിയുടെ മാനസിക നില മനസ്സിലാക്കിയിരിക്കണം. ഇതാണ് അതിനകത്ത് എനിക്ക് പറയാനുള്ളത്. ഈ കുട്ടികളെ അപ്പോ വിശ്വാസങ്ങളിൽ നിന്ന് അകറ്റി നിർത്തിയിട്ടുണ്ടോ, അല്ലെ കുട്ടികൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ, അല്ലെ അവര് പ്രാർത്ഥനകൾ ചൊല്ലാറുണ്ടോ? അത് അതിന്റെ രണ്ട് രീതി പറയാം. അതായത് നിരീശ്വരാധാരം പഠിപ്പിക്കുന്നില്ല, യുക്തിവാദം പഠിപ്പിക്കുന്നില്ല. അതേസമയം യുക്തിപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും വീട്ടിൽ ചെയ്യുന്നില്ല. അതോ രണ്ട് കാര്യം മനസ്സിലായില്ലേ? ഇനി എന്ന് പറഞ്ഞാൽ റിലീജിയസ് ആയിട്ടുള്ള ഒരു കാര്യവും വീട്ടിൽ ചെയ്യുന്നില്ല. എന്റെ വീട്ടില് കുട്ടികൾ അപ്പൊ ചോദിക്കാറില്ല, അതായത് ഇപ്പോ സ്കൂളിലായാൽ പോലും അവർക്ക് അതാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. അതായത് മകൻ 10 വയസ്സ് വരെയും നമ്മൾ വിശ്വാസികളായിരുന്നു. മകന് 10 വയസ്സ് വരെയും വിശ്വാസികൾ തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാനൊക്കെ ഇതിൽ നിന്ന് പുറത്തു വരുന്നത്. അപ്പൊ അവ അത്രയും നാൾ വിശ്വാസ രീതിയിൽ പള്ളിയിലൊക്കെ പോയി തന്നെയാണ് വളർന്നു വന്നത്. അതിനുശേഷം നമ്മൾ പള്ളിയിൽ പോകാത്തത് കൊണ്ടും നമ്മളിത് ഫോളോ ചെയ്യാത്തതുകൊണ്ടും അവനിത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. 10 വയസ്സല്ലേ, 10 വയസ്സുള്ള കുട്ടിക്ക് എന്തായാലും സ്വന്തമായിട്ട് തീരുമാനം എടുത്ത് പോകാൻ പറ്റില്ലല്ലോ എവിടെയും. അതിനുശേഷം അവനിപ്പോൾ 20 വയസ്സായി. ഈ 10 വർഷക്കാലവും അവനത് ഫോളോ ചെയ്യാത്തതുകൊണ്ട് അവനതിൽ വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല. ഇല്ല. മകള് പിന്നെ 6 വയസ്സേ ഉള്ളു. 6 വയസ്സായപ്പോൾ അവള് ഗോഡ് ആരാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാര്യം സ്കൂളിൽ നിന്നൊക്കെ കിട്ടും, ഈ പറയുന്ന TV നിന്ന് കിട്ടും, എല്ലാത്തിനും കിട്ടും. ഗോഡ്, ജീസസ് എല്ലാം ചോദിക്കുന്നുണ്ട്. ഞാൻ പറയാം ഐ ഡോണ്ട് നോ എന്നാ പറയുന്നത്. ഗോഡ് ചോദിക്കുമ്പോൾ ഐ ഡോണ്ട് നോ ഹൂ ഈസ് ഗോഡ് എന്ന് ഞാൻ ചോദിക്കും തിരിച്ച്. അപ്പോൾ ജീസസ് ചോദിക്കുമ്പോൾ ഞാൻ പറയാം എനിക്കറിയില്ല ആരാ ജീസസ് എന്ന് ചോദിക്കും. അപ്പോൾ ഏതെങ്കിലും വീടുകളിലൊക്കെ പോകുമ്പോൾ ജീസസിന്റെ കുരിശ് കിടക്കുന്ന അവള് ചോദിക്കും, ഇല്ല ജീസസ് അവളെന്നെ ചോദിക്കും. അപ്പോൾ എനിക്ക് അറിഞ്ഞിട്ട് ഇതാണ് ജീസസ് എന്ന് ഞാൻ അവളെ ചോദിക്കും. കാര്യം ഞാൻ അങ്ങനെ മാത്രമാണ് അവളെ ഇപ്പോൾ ട്രീറ്റ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ടോക്കിംഗ് ഇല്ല. അപ്പം നാളെ അവര് വിശ്വാസിയാവുന്നതോ, പിന്നെ വിശ്വാസം എന്ന് പറയുന്നത് ദൈവവിശ്വാസം മാത്രമല്ലല്ലോ, സമൂഹത്തിൽ ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. അപ്പോൾ വിശ്വാസിയാവുന്നതോ വിശ്വാസി അല്ലാതാവുന്നതൊക്കെ അവരുടെ തന്നെ ചോയ്സും അവരുടെ തന്നെ തീരുമാനങ്ങളായിട്ട് വരും. നമ്മളതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അവർക്ക് വേണമെങ്കിൽ നമ്മൾ പറഞ്ഞു വെച്ച, ഇപ്പൊ നമ്മൾ പറഞ്ഞു വെച്ച പല സാധനങ്ങളും കിടപ്പുണ്ടല്ലോ. ഞാൻ മാത്രമൊന്നുമില്ല, സമൂഹത്തിൽ എന്നെ പോലെ ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് അതും പഠിക്കാനുള്ള അവസരമുണ്ട്, അവർക്കുണ്ട്. മറ്റു കുട്ടികൾക്ക് ഉണ്ടാവില്ലെന്ന് എനിക്കറിയാൻ വയ്യ. ബട്ട് എൻ്റെ കുട്ടികൾക്ക് അത് പഠിക്കാനുള്ള അവസരം തീർച്ചയായിട്ടും ഉണ്ട്. അവരാരും തടുക്കാൻ പോകുന്നില്ല.
അപ്പൊ ശരിക്കും പുറത്തുനിന്ന് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും കൃത്യമായിട്ടുള്ള ആൻസർ? സത്യത്തിൽ എൻ്റെ അടുത്ത് അങ്ങനെ ചോദിക്കണേ ഞാൻ പറയാം ഉണ്ട്, നിന്റെയൊക്കെ ദൈവം ഉണ്ട്, അതല്ലേ ഞാൻ ഊക്കുന്നതെന്ന് തന്നെ പറയും. അങ്ങനെ പറയുന്നു. കാര്യം ഇല്ല എന്ന് പറഞ്ഞ് തർക്കിച്ച് നിൽക്കാനുള്ള സമയം എനിക്കില്ല. അപ്പൊ ഇതാണ് നല്ല മാർഗം. ശൂന്യതയിൽ നമ്മൾ ഊക്കുന്നതിനെക്കാട്ടി നല്ലതാണല്ലോ നിന്റെ ദൈവത്തിന് ഊക്കുന്നത്. ഈ സ്ത്രീവിരുദ്ധത്തിനെ കുറിച്ചൊക്കെ ഒരുപാട് സംസാരിക്കുന്ന ആളാണ്, വീഡിയോസ് ചെയ്യുന്ന ആളാണ്. നമ്മുടെ സമൂഹത്തിൽ എന്തുമാത്രം സ്ത്രീവിരുദ്ധം ഉണ്ട്? എന്തുമാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ 90% ഉണ്ടെന്ന് ഞാൻ പറയും. 10% റെഡി ആയിട്ടുള്ളൂ. എന്താണ് ഈ സ്ത്രീവിരുദ്ധത എന്ന് പറയുന്നത്? ഇപ്പൊ ഞാൻ പറയുന്നത് എൻ്റെ വൈഫിന് ബുദ്ധിയൊന്നുമില്ല, അത് ഞാൻ സ്ത്രീവിരുദ്ധം എടുക്കത്തില്ല. അപ്പൊ ഞാൻ പറയുന്നു സ്ത്രീകൾക്കൊന്നും ബുദ്ധിയില്ല, അല്ലെങ്കിൽ എൻ്റെ ക്ലാസ്സിൽ പഠിച്ച ഒരു പെണ്ണിനും മാത്സ് അറിഞ്ഞുകൂടാ, ഇങ്ങനെയൊക്കെ പറയുന്നതൊക്കെയാണ് സ്ത്രീവിരുദ്ധം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള പർട്ടിക്കുലർ സ്ത്രീകളെ വെച്ച് മാത്രം ഒരു ഗ്രൂപ്പിനെ വെച്ച് മാത്രം പറയത്തില്ല, അത് സ്ത്രീവിരുദ്ധം എന്ന് പറയും. അല്ലാതെ ഇപ്പൊ എനിക്ക് ഒരു സ്ത്രീക്കെതിരെ ഒരു സാധനം പറയുന്നതിന് നമ്മൾ സ്ത്രീവിരുദ്ധമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു ഹസ്ബൻഡും വൈഫും കൂടെ ജീവിക്കുമ്പോൾ ആ സ്ത്രീ അവിടെ വീട്ടിൽ വർക്ക് ചെയ്യുന്നതൊക്കെ അവരുടെ ഇഷ്ടമാണ്. ഇപ്പൊ നമ്മൾ സ്വാഭാവികയുടെ കാര്യം പറഞ്ഞു, അതിന് നമ്മൾ അതിനെയൊക്കെ എടുത്തു വെച്ച് നമ്മൾ സ്ത്രീകളെല്ലാം ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് പറയുമ്പോൾ അത് സ്ത്രീവിരുദ്ധം. ഈ എത്തിസ്റ്റ് ആണോ താങ്കൾ? അതെ. അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ആഗ്നോസ്റ്റിക് ആണോ? ഇല്ല, അഗ്നോസ്റ്റിക് ആയിട്ട് ഒരു ദിവസം പോലും ഞാൻ ജീവിച്ചിട്ടില്ല, ഒരു ദിവസം പോലും ജീവിക്കാൻ പറ്റിയിട്ടില്ല. ബട്ട് വിശ്വാസത്തിൽ നിന്ന് നേരെ എത്തിയസം, അവിടെ കൺഫ്യൂഷനൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക്. അതായത് ഉണ്ടോ ഇല്ലയോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇല്ല. ബട്ട് നേരെ ഉണ്ട്, നേരെ ഇല്ല, അതിലോട്ട് വന്നു. നമ്മുടെ സമൂഹത്തിൽ ഈ ആൾദൈവങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പൊ ദൈവത്തെ പോലും ക്വസ്റ്റ്യൻ ചെയ്യുന്ന സയൻസ് ആണ് ഇവിടെ ഉള്ളത് എന്ന് വിശ്വസിക്കുന്ന മനുഷ്യരാണ് നമ്മളെല്ലാവരും. ആ സമയത്താണ് ഈ സെലിബ്രിറ്റി സ്റ്റേറ്റസിലുള്ള ആളുകൾ പോലും ഈ ആൾദൈവങ്ങൾ എന്തോ വലിയ സംഭവമാണ് എന്ന് വിചാരിക്കുന്നത്. ആണോ? ആണല്ലോ. ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ പ്രസന്റ് ആയിട്ട് ആൾദൈവങ്ങളുണ്ട്, അവരെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു. അമൃതാനന്ദമായി പോലുള്ള ആളുകൾ. ഞാൻ അമൃതാനന്ദനെ പക്ഷെ ഞാൻ നല്ലൊരു ഇതായിട്ടാണ് കാണുന്നത്. അതായത് അവര് ആണുങ്ങൾ മാത്രം ദൈവമായിട്ട് ഉണ്ടായിരുന്ന സ്ഥലത്തു നിന്ന് ഒരു സ്ത്രീ ദൈവമായിട്ട് വരുന്നു, അവരെ ലോകം അംഗീകരിക്കുന്നു, സ്ത്രീനെ ദൈവമായിട്ട് അംഗീകരിക്കും. അപ്പൊ ആ ഒരു രീതിയിൽ അവരൊരു ദൈവത്തിന്റെ ഇടയിൽ ഫെമിനിസ്റ്റ് എന്ന് പറയാം. അങ്ങനത്തെ ഒരു ചിന്താഗതി ആദ്യമായിട്ട് ഒരാൾ ഞാൻ അങ്ങനെയാണ് അവര് കാണുന്നത്. ബാക്കി ഇപ്പൊ അവർക്ക് എന്തായിക്കൂടെ, ഈ ആണുങ്ങൾക്കെല്ലാം ആവാമെങ്കിൽ എന്താ അവർക്ക് ആയിക്കൂടെ, അവർക്ക് ആവാം, ഒരു കുഴപ്പമില്ല. ആണുങ്ങളെല്ലാവരും മാത്രം മനുഷ്യരെ പറ്റി ജീവിച്ചാൽ മതിയാ, സ്ത്രീകളും ഇടയ്ക്ക് മനുഷ്യരെ പറ്റി ജീവിക്കാം, കുഴപ്പമില്ല. ഈ സ്ത്രീകൾ ഇങ്ങനെ പറ്റി ജീവിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ്, ഈ ഒരു ക്രൈം നടക്കുമ്പോൾ ഒരു ഭാഗത്ത് ആണുങ്ങൾ ചെയ്തത് ഒരു 100 ക്രൈം ഉണ്ടാവും, സ്ത്രീകൾ ചിലപ്പോൾ ഒരു 5 ക്രൈമാണ് ചെയ്യുന്നുണ്ടാവുക, പുറത്ത് വരുന്ന ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ടാവുക. അപ്പൊ എന്തൊരു സംഭവം പറയുമ്പോൾ ആളുകൾ ഒരു നീ ജോളിയല്ലേ, അല്ലെങ്കിൽ നീ മറ്റേ ഡ്രിങ്ക്സിൽ വല്ല എന്തെങ്കിലും കലക്കി കൊടുക്കുന്ന സ്ത്രീ അല്ലേ എന്ന് പറയും. ആ രീതിയിലുള്ള ഒരു ജഡ്ജ്മെന്റൽ ആവുന്നത് എന്തിനാണ് സമൂഹം? അത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ സാധനമാണ്, സ്ത്രീകളെല്ലാം ഇന്ന രീതിയിൽ മാത്രമേ ആവൂ, വീട്ടിലെ ജോലി ചെയ്യുക, അല്ലെങ്കിൽ ഷോക്കേസിലൊക്കെ വെക്കാൻ കൊള്ളാം, അങ്ങനെയൊക്കെയുള്ള, മനസ്സിലായില്ലേ, അത് മാത്രമേ അവർ അനുവദിക്കൂ. എനിക്ക് ദോശ ചുട്ട് തരാൻ കൊള്ളാം, ചായ ഇട്ട് തരാൻ കൊള്ളാം, അങ്ങനെയൊക്കെയുള്ള. പിന്നെ ഒരു പാട്ടൊക്കെ ഉണ്ടല്ലോ, എന്താണ് പൂമുഖവാതിൽക്കൽ, അതിനൊക്കെ കൊള്ളാം. ബട്ട് അവര് ഒരിക്കലും എന്നെ പോലെ വിഷം കൊടുക്കാൻ പാടില്ല, മനസ്സിലായില്ലേ, ഞാൻ അടിക്കുന്ന പോലെ ആരെയും അടിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള. ഇപ്പൊ ആണുങ്ങൾ മാത്രം റേപ്പ് ചെയ്താൽ മതി, അങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയുള്ള ആണുങ്ങളായിരിക്കും അങ്ങനെ ചിന്തിക്കുന്നത്. സ്വാഭാവികമായിട്ടും സ്ത്രീകൾക്ക് അവരുടെ അവകാശങ്ങൾ നേടുകയും അവർ സമൂഹത്തിൽ ഈക്വലായിട്ട് വരികയും ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള പ്രവൃത്തികളും ഈക്വലായിട്ട് ഉണ്ടാകും, അതിൽ കുഴപ്പമൊന്നുമില്ല. അത് നിയമത്തിന്റെ സൈഡല്ലേ, അത് വേറൊരു സൈഡാണ് സത്യത്തിൽ. അതെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, മനുഷ്യരെല്ലാം ആണും പെണ്ണുമായിട്ട് വേർതിരിച്ച് വെച്ചത് കൊണ്ടായിരിക്കാം ഈ പറയുന്ന ഇതുണ്ടാവുന്നത്. ബട്ട് അതൊരു സ്പെക്ട്രമാണ്, അവിടെയാണ് LGBTQ എല്ലാം വരുന്നത് അല്ലേ, ജെൻഡറും സെക്ഷുവാലിറ്റി എല്ലാം വരുമ്പോൾ മനുഷ്യരൊരു സ്പെക്ട്രത്തിൽ കിടക്കുന്നതാണ്. അവിടെ ഈ ആണിനെയും പെണ്ണിനെയും വേർതിരിച്ച് വെച്ചത് കൊണ്ട് ഈ ഒരു പ്രശ്നം വരും. അല്ലെങ്കിൽ ഈ പറഞ്ഞ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ. അതേപോലെ ട്രാൻസ്ജെൻഡേഴ്സിന്റെ വിഷയത്തിൽ ഇത് വരും, അവര് ചെയ്യുന്ന ചെറിയൊരു പ്രവൃത്തിനെ കൊണ്ടുവന്നിട്ട് അവര് മോശപ്പെട്ട ആൾക്കാരെന്ന് പറയുന്നുണ്ടല്ലോ. അത് എല്ലാ മനുഷ്യരിലെല്ലാം മോശവും നല്ലതും ഒക്കെ ഉണ്ട്. അത് ഈ സെക്സും ജെൻഡറുമായിട്ടും കൂട്ടിക്കൊഴിക്കേണ്ട കാര്യമില്ല. ഇല്ല. ഈ കുക്കിംഗ്, താങ്കൾ വീഡിയോസിലൊക്കെ കുക്ക് ചെയ്യുന്ന ആളാണ്, അപ്പോൾ
മിക്ക ഒരു ഷെഫിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, സ്ത്രീകൾക്കാണ് ഇൻബിൽട്ട് ആയിട്ട് കുക്ക് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് എന്ന് പറയുന്നത്. വീഡിയോ ഷെഫ് പിള്ളയുടെ ഒരു വീഡിയോ. അപ്പോൾ അതിനെതിരെ പ്രതികരിച്ച ഒരാളാണ്. മിക്ക സ്ത്രീകളും വിചാരിക്കുന്നത് പുരുഷന്മാരെ അടുക്കളയിൽ കയറുന്നത് എന്തോ അവർക്ക് കുറച്ചിലാണ് എന്ന് വിചാരിക്കുന്ന സ്ത്രീകളുണ്ട്. ഞങ്ങള് കുക്ക് ചെയ്യാൻ അടുക്കളയിൽ വിധിക്കപ്പെട്ടവരാണ് ജോലി ചെയ്യാൻ എന്ന് വിചാരിക്കുന്നവരുണ്ട്. ആ അഭിപ്രായത്തെ എങ്ങനെ കാണുന്നത്? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇൻബിൾട്ട് അല്ല, അത് പറയുന്നു അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം കുട്ടിക്കാലം തൊട്ട്. അതായത് ആൺപിള്ളേരെ നമ്മൾ കിച്ചണിനകത്തോട്ട് കയറ്റാറില്ല, പെൺകുട്ടികൾ കൂടുതൽ കുട്ടിക്കാലം തൊട്ട് ഏറ്റവും ചെറിയ വയസ്സിൽ തന്നെ അവരെ കിച്ചണിൽ കയറ്റി ട്രെയിനിങ് തുടങ്ങും. അപ്പൊ ട്രെയിനിങ് ആണ് ഒരാളിനെ ഒരു ഇതിലെത്തിക്കുന്നത്. അതായത് അവർക്ക് ഒരുപാട് ജോലികൾ ചെയ്യാൻ പറ്റുന്നത് ട്രെയിനിങ്ങിലൂടെയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കടലിൽ പോകുന്ന ആൾക്കാരുടെ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ കടലിൽ പോകുന്നത്? ആൺകുട്ടികളല്ലേ. കാര്യം എന്താണ്? അവർ കുട്ടിക്കാലം തൊട്ട് ഈ കുട്ടീനെ കടലിൽ കൊണ്ടുപോയി ശീലിപ്പിക്കുന്നു. പെൺകുട്ടികളെ കൊണ്ടുപോയി ശീലിപ്പിച്ചാൽ അവരും കടലിൽ പോകുകയും നാളെ 2028 വെള്ളപ്പൊക്കം വരുമ്പോൾ അവർ ബോട്ടുമായിട്ട് വന്ന് കേരളത്തിനെ സംരക്ഷിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ പാടിക്കൊണ്ട് കിടക്കും 2018 ആരാണടാ വള്ളം കൊണ്ടുവന്നത്, ആണുങ്ങളല്ലേടാ എന്ന് വിളിക്കും. 28 ആവട്ടെ, പരിശീലിപ്പിക്കും. 10 വയസ്സുള്ള പെൺപിള്ളേർ ചിലപ്പോൾ രക്ഷിച്ചെന്നിരിക്കും. അപ്പൊ അതാണ് അവിടെ ഇത് പറയുക. അതായത് പരിശീലനം കൊടുക്കുക, അവിടെ അതിലെത്തും. അവിടെ ആക്ച്വലി നമ്മൾ ശരിക്കും മസിലാണ് ഇവിടെ ഈ കടലിലെ മീൻ പിടിക്കുന്ന മസിലാണ്. മസിലല്ല, ടെക്നിക്കാണ്. അതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള വശം പറയുന്നത് മസിലല്ല, ടെക്നിക്കാണ് മീൻ പിടിക്കുന്നതിനാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഷിജിനെ പോലത്തുള്ള ഒരുപാട് വ്യത്യസ്തമായിട്ടല്ല, നമ്മുടെ കാലത്തിന് അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ട രീതിയിൽ ചിന്തിക്കാൻ പറ്റുന്നവർ ഇനിയും ഉണ്ടാവണം എന്നാണ് നമുക്ക് ഈ വീഡിയോസ് ആകുമ്പോഴും എഴുത്താണെങ്കിലും നമുക്ക് തോന്നുന്നത്. എന്തായാലും കുറച്ച് സമയം നമ്മൾ സംസാരിച്ചതിൽ താങ്ക് യു.